ഗവർണർ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു പുതിയ കാര്യമല്ല. അദ്ദേഹം ആ വെല്ലുവിളി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹം ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനായി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാം. പക്ഷെ ഭരണഘടനയെ വെല്ലുവിളിക്കരുത്. ഗവർണർ ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത്. ഈ ഭരണഘടനയുടെ ഏതനുച്ഛേദം ഉപയോഗിച്ചാണ്, ഏത് നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ പ്രവർത്തിക്കാൻ ഗവർണറെ പ്രേരിപ്പിക്കപ്പെടുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ഒരു ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഗവർണറുടെ പിന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് പരിശോധിക്കേണ്ടി വരും. മലയോര മേഖലയിലെ ഒരു ജനതയുടെ വികാരത്തെ തുടർന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലാണിത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ 1960 ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായി 64 മുതൽ ആരംഭിച്ച വിവിധങ്ങളായ ചട്ടങ്ങൾ പ്രകാരം ഏതാവശ്യത്തിനാണോ ഭൂമി നൽകപ്പെട്ടത് അതല്ലാതെ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വിവിധ കോടതി വിധികൾ വന്ന സാഹചര്യത്തിൽ ഒരു ആശുപത്രി കെട്ടിടം പണിയാനാകുന്നില്ല, ഒരു സ്കൂൾ കെട്ടിടം പണിയാനാകുന്നില്ല, എന്തിനേറെ പറയുന്നു ജലനിധിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടാങ്ക് പോലും സ്ഥാപിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ എത്രയോ വർഷമായി ദുരിതമനുഭവിക്കുന്ന ഇടുക്കിയിലെയും കേരളത്തിലെയും മലയോര മേഖലയിലെ കർഷകരുടെ ഒരാവശ്യം നിറവേറ്റുക എന്ന പ്രകടന പത്രികാ വാഗ്ദാനം കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കി. ഇത് ഒരു ചരിത്ര സംഭവമാണ്. അതിനെ ഇത്ര ഭരണഘടനാ വിരുദ്ധമായി ഇടപെടുന്നൊരു നടപടിക്ക് ജനാധിപത്യ കേരളം പൊറുക്കില്ല എന്നു തന്നെ മനസ്സിലാക്കേണ്ടി വരും. മലയോര കർഷകരുടെ വലിയ വികാരം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. ഗവർണർ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ അഭിപ്രായ പ്രകടനം നടത്തി കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ബോധപൂർവമായിട്ടുള്ള പുകമറ സൃഷ്ടിക്കാനും ശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ ഇക്കാര്യം ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടി ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.